ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൂരി മസാലക്കറിയാണ്. കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൂരി മസാലക്കറിയാണ്. അപ്പോൾ അതിലോട്ട് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് വലിയൊരു സവാള, 4 പച്ചമുളക്, പിന്നെ ഒരു 4 ഉരുളൻകിഴങ്ങും എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് വലിപ്പമുള്ളത്. ഇതൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് വലിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ സവാള അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് കീറിയിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിൽ ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളത് കൊണ്ട് അത് ഡയറക്റ്റ് എല്ലാം കൂടെ ഒന്നിച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും കിഴങ്ങും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ വഴറ്റുന്നൊന്നുമില്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയല്ലേ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് തന്നെ ഒരു 1/2 ടീസ്പൂണിന് മുകളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു നല്ല തിളച്ച എണ്ണയിൽ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ലേശം വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടോ, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇതിൽ വെള്ളം ഇനിയുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെന്ത് ചെയ്യണം, ഇതിൻ്റെ ആ ഒരു വെള്ളം നീരൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കിഴങ്ങ് മാത്രം ആവുന്നത് വരെ നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ, അതായത് ചെറിയൊരു തേങ്ങ മതി, അതിൻ്റെ പകുതി മുറിയുടെ കട്ടിയുള്ള പാലാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ട് നല്ല ലൂസിൽ കറിയൊന്നും ഉണ്ടാക്കരുത്. നല്ല അടിപൊളി നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ലെവലിൽ മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കിഴങ്ങാവുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉടക്കുമ്പോഴത്തേനും ഒന്നങ്ങോട്ട് ചൂടാകുമ്പോൾ തന്നെ അതൊന്നതിൽ മിക്സായിട്ട് കുറുകി വന്നോളും. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തിളക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായി തിള പൊട്ടുന്നതോട് കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഞാനൊന്നിങ്ങനെ വലിയ പീസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു തിള വരുന്നതോട് കൂടി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഉടച്ചു കൊടുക്കുകയാണ് വലിയ പീസസൊക്കെ. അപ്പോൾ നമ്മുടെ കറിയും കറക്റ്റ് പാകാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കടുവറക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുക. വെളിച്ചെണ്ണ എടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും, പിന്നെ അതുപോലെ തന്നെ വറ്റൽമുളക്, ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അത് നിങ്ങൾ ചേർക്കണേ. അപ്പോൾ ഒരു 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കറിവേപ്പിലയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കറിവേപ്പില ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാമെന്നറിയോ, കറിവേപ്പില എല്ലായിടത്തും ഉണ്ടാവും, പക്ഷേ കറിവേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില ചേർക്കണ്ട. ഇത് കടുപ്പ് പൊട്ടിച്ചിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിൽ മല്ലിയില വിതറിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെയും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കറിവേപ്പില യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതിയാവും. കറിവേപ്പിലയുടെ പുറമെ നമ്മളൊരു മല്ലിയില ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് നല്ല അടിപൊളിയായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കിഴങ്ങ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം തന്നെ കണ്ടോ നല്ല കുറുകിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നമ്മൾ തിളക്കാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. അപ്പോൾ അതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്നത്തെയും പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ.